പിതാവെ, അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ചില വചനങ്ങളിൽ അല്ലെങ്കിൽ ചില വചനം വായിച്ച് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിന് ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ചിലവർ വചനങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? അവരുടെ മനസ്സിനെ സ്പർശിക്കുന്നില്ല. അവരുടെ മനസ്സിനെ സ്പർശിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? കാരണം അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല എന്നാണ്. കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല. അപ്പോൾ ഈ കപട ഹൃദയം കൊണ്ട് നടക്കുന്നവർക്ക് എത്ര വായിച്ചാലും ഒന്നും തല കയറുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലേ പറയുന്നത് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച്, ഇത് നിങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മശോധന ചെയ്യണം. അങ്ങനെ ചെയ്യാതെ അത് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ചിലരൊക്കെ മരിച്ചുപോയി, ചിലരൊക്കെ ബലഹീനരായി, ചിലരൊക്കെ രോഗികളായി. ഇപ്പം ഒരു മൃതശരീരത്തിലേക്ക് രക്തം കുത്തിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വചനവായന ഇതുപോലെ ആകാം. ഇതുപോലെ എൻ്റെ മനസ്സിനെ ഞാൻ തിന്മ കൊണ്ട്, എൻ്റെ വൈരാഗ്യം, വിദ്വേഷം കൊണ്ട് നിറച്ച് വെച്ചിട്ട് എന്തെല്ലാം വായിച്ചാലും അത് അങ്ങോട്ട് കയറുകയില്ല. കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. അപ്പോൾ അത് പ്രവേശിക്കാത്തതിൻ്റെ ഒരു കാരണം അതും കൂടെയാണ്. പിന്നെ നമുക്ക് ഇത് ശ്രദ്ധയോടെ വായിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ഭൂമിശാസ്ത്രം ഒന്നും മനസ്സിലാകാതെ വരും, പിന്നെ പതുക്കെ ഉറങ്ങാൻ തുടങ്ങും, അല്ല അവിടെ എടുത്ത് വെക്കും, അല്ലേ? അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മൾ അങ്ങനെയൊന്ന് പഠിച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ മനസ്സിലായി. പിന്നെ ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ള ചിന്തയോടുകൂടി, ദൈവമാണ് ഇതെന്നോട് പറയുന്നത് എന്നുള്ള ചിന്തയോടുകൂടി വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഈ എബ്രായർ ലേഖനം 4:12 നിങ്ങളത് സാധാരണ വായിച്ചിട്ടുണ്ടാവണം, അല്ലേ? എബ്രായർ ലേഖനം 4:12 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. പിന്നെ അത് ഇരുതലവാളിനേക്കാൾ മൂർച്ച എന്ന് പറഞ്ഞാൽ അത് അത്രയധികം ശക്തമാണ്, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ പറയുന്ന ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും 6-ാം അധ്യായം 4-ാം വാക്യം, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്? ഒരിക്കൽ പ്രകാശം ലഭിക്കുക. അത് പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ പ്രകാശം, അന്നത്തെ കാലത്ത് അങ്ങനെയാണ് വിളിച്ചിരുന്നത്, പ്രകാശത്തിൻ്റെ കൂദാശയാണ്. സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും വിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ്. പിന്നെ പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ. അപ്പം നമ്മൾ ദൈവവചനമൊക്കെ വായിച്ചവരാണ്, കുറേയെല്ലാം വായിച്ചു. അങ്ങനെയുള്ളവർ തിന്മയിലേക്ക് വീണാൽ പിന്നെ അവരെ കയറ്റിക്കൊണ്ടുവരാൻ അസാധ്യമാണ്. കാരണം അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപം ക്ഷമിക്കപ്പെടുകയില്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അത് ഈ സത്യസന്ധതയ്ക്ക് എതിരായിട്ട് അവനവൻ തന്നെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പ്രയാസമാണ്. നമ്മൾ മലയാളത്തിൽ പറയല്ലോ, ഉറങ്ങുന്നവനെ വിളിച്ചേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ വീണു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ വചനം വായിച്ചാൽ ഒരു മാറ്റവും വരികയില്ലാത്ത. നമ്മുടെ മനസ്സ് മുഴുവൻ തിന്മ നിറഞ്ഞതാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കയറാൻ പറ്റില്ല. വചനം വായിക്കാനും പഠിക്കാനും വചനത്തെ കൂടുതൽ സ്നേഹിക്കാനും അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ആയിട്ടുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം പ്രായോഗിക മാർഗങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പ്രായഭേദമനുസരിച്ച് നമ്മളതിനെ വീട്ടിൽ ആദ്യം മുതൽ കൊച്ചുകുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ നിരന്തരമായിട്ട്, ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ അമ്മ നിരന്തരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. അത് കുട്ടിയെ ബാധിച്ചു, കുട്ടി അത് മനസ്സിലാക്കുള്ളൂ. അതുപോലെ തന്നെ ജനിച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും എല്ലാ ദിവസവും ഒരു പറ്റുന്ന അത്രയും ഈ കുട്ടിയുടെ ചെവിയിലേക്ക് തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ കുട്ടിയെ മനസ്സിലാക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് മനസ്സിലാക്കുക. കാരണം ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കുട്ടിയുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ എന്താണ് ഒരു 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 ഒന്നും എഴുതാത്തൊരു പുതിയ ബോർഡ് പോലെയാണ്. ആ ബോർഡിലേക്ക് ഇതെല്ലാം ചെന്ന് പതിച്ചുകൊള്ളും.
അങ്ങനെ നമുക്ക് കുട്ടികൾ പിന്നെ അവർ കിടക്കാനൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ വൈകുന്നേരം രാത്രിയിലൊക്കെ ആണെങ്കിൽ രാത്രിയിലെ പിള്ളേർ എപ്പോഴും ഉറങ്ങും. അപ്പോൾ എല്ലാ സമയമല്ല, വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു ചെറിയൊരു സംഭവം ബൈബിളിൽ നിന്ന് പറഞ്ഞു കേൾപ്പിക്കും, ഒരു കഥ. ഈ കുട്ടികൾക്കൊരു പ്രത്യേകത ഉള്ളത് കേട്ടത് പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നും. അവർ പറയും ഇന്നലത്തെ കഥ പറയാൻ പറയും, അങ്ങനെയല്ലേ? അതെ. അപ്പം ആ കഥ വീണ്ടും വീണ്ടും പറയുക. അങ്ങനെ പറഞ്ഞ് അവർ ഏതാണ്ട് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അവരങ്ങനെ അതിനെ സ്വീകരിക്കപ്പോൾ ചുരുക്കത്തിൽ ഈ കുട്ടികളെ ഇങ്ങനെ പിന്നെ വായിക്കാറൊക്കെ ആയി വഴി വല്ല പടം വരയ്ക്കാറായി കഴിയുമ്പോൾ കുറച്ച് പിന്നെ പടമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, ചിത്രകഥയുള്ളത്. പിന്നീട് കുറച്ച് വായിക്കാറായിരിക്കും വായിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പിന്നെ തനിയെ വായിക്കാൻ പിന്നെ വായിക്കാറാകുന്ന കാലത്ത് ഒരു പുതിയ ഒരു ബൈബിളൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കുക. അതിനെ ഒരു മുറിയിൽ അവരുടെ കിടക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഭക്തിപൂർവ്വം അതിനെ വെക്കാനായിട്ട് രണ്ട് വേണമെങ്കിൽ ഒരു പക്ഷേ ചെറിയൊരു രണ്ട് ഒരു രൂപങ്ങളൊക്കെ വെച്ച് അങ്ങനെ അതിനെ ഒരു സെൻസ് ഓഫ് സീക്രട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഈ പുസ്തകം അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വെറുതെ ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടുപോയിടേണ്ടതല്ല, അത് വളരെ ഭക്തിപൂർവ്വം നമ്മൾ കാണേണ്ടത് സ്വീകരിക്കേണ്ടതുമാണ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക. ഇത് പിന്നീട് അവർ തനിയെ ചെയ്തുകൊള്ളും. മുതിർന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ നിരന്തരമായിട്ടെടുത്ത് വായിക്കുക. അത് വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക, തുടർച്ചയായിട്ട് വായിക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ മുറിയിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു സ്ഥിര ശൈലിയിൽ ഒരു 5 അധ്യായം വായിക്കുക എല്ലാ ദിവസവും. പിന്നെ സ്ഥിരം വായിക്കുന്ന കുറേ അധ്യായങ്ങളുണ്ടാകും, അത് വേറെ. ഇത് അങ്ങനെ വായിച്ചു വരുമ്പം 8 മാസമാണ് എനിക്ക് ഒരു പ്രാവശ്യം വായിക്കാൻ വേണ്ട. 8 മാസം കൊണ്ടാ തീരും. അങ്ങനെ കുറേ കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊരു ഹരമായി മാറും. ബൈബിൾ വായന അവസാനം ഒരു ഹരമായി. അതിനൊരു പ്രത്യേക മാസമൊന്നും വേണ്ട, വായനാ മാസമൊന്നും ആവശ്യമില്ല, എല്ലാ നേരവും വായിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മൊബൈലിലൊക്കെ ഉണ്ട്. മൊബൈൽ വായിക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിലിരിക്കുകയില്ല അധികം, മൊബൈലിൻ്റെ രീതി അങ്ങനെയായത്. അതേസമയത്ത് വിശുദ്ധ ഗ്രന്ഥമാണ്, നമുക്ക് പേജുകളടക്കം ഓർമ്മ വരും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് 2 രീതിയിലും ആകാം. ഉദാഹരണമായിട്ട് വീട്ടിലായിരിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കാം, അതേസമയത്ത് പുറത്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്ത 1-2 ദിവസമൊക്കെ പുറത്താണ് ബൈബിളിൽ നമ്മുടെ മൊബൈലിൽ വായിക്കാമല്ലോ. അങ്ങനെ ആ രീതിയിൽ എവിടെ ചെന്നാലും ഇത് വായന മുടക്കാതിരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. പിന്നെയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള ഓരോ കർത്താവ് പറഞ്ഞു തരുന്ന ഓരോ കാര്യമുണ്ടല്ലോ, നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ചുമ്മാ ചിന്തിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞനുസരിച്ചൊക്കെയാണോ ചെയ്യുന്നത്? നമ്മൾ കുറേ അധികം പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ അല്ലാതെ പിന്നെ കൊണ്ടുപോകാൻ പറ്റിയല്ല. കാരണം അറിയാതെ അത് വരും, മനസ്സിലേക്ക് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ കുറച്ചുകൂടി നമുക്കിപ്പം കുറച്ച് വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആണെങ്കിൽ യൂട്യൂബ് ചാനലുകൾ കേൾക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഭൂമിശാസ്ത്രം അല്പമൊക്കെ പഠിക്കുക. പറഞ്ഞ പോലെ ഈ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ടോക്കുകളുണ്ട്, നമ്മൾ കേട്ടാൽ മതി. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ താല്പര്യം വരും. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ യുവാക്കന്മാർ നിങ്ങളുടെ സംഘടനയിലൊക്കെ ആണെങ്കിൽ പറയുക, നിങ്ങൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു 2 ടോക്ക് അല്ല ഒരു 3 ടോക്ക് 4 ടോക്ക് കേട്ടിട്ട് അതേക്കുറിച്ചൊരു ചർച്ച നടത്തുക. എന്താ ആ ടോക്കിൽ പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയത്തില്ലെങ്കിൽ നമ്മുടെ AI ഉണ്ടല്ലോ കൂട്ടണ്ടേ, ഏത് കാര്യത്തിനും ഇപ്പോൾ അത് മതി. അപ്പോൾ അതുകൊണ്ട് സംശയ നിവാരണത്തിനൊക്കെ സാധിക്കും. ഇനി അതേക്കുറിച്ച് സഭാപ്രബോധനങ്ങൾ എന്ത് പറയുന്നു, അതിനും AI ഉപയോഗിക്കാം. സഭയുടെ തന്നെ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം പല രീതിയിൽ ഈ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനായിട്ട് സാധിക്കും. പിതാവ്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറ കൂടുതലായിട്ടും ഈ സ്റ്റാറ്റസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വചനങ്ങളിടും. അതിനെക്കുറിച്ച് പിതാവിൻ്റെ ഒരു അഭിപ്രായം? അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ നല്ലതാണത്. അതായത് നമുക്ക് മറ്റ് പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിക്കാനായിട്ട് പറ്റുന്ന ഇതാണല്ലോ. നമുക്കിപ്പോൾ എന്നാ പറയുക, നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ പാട്ട് കേൾക്കും, ഇങ്ങനെ ഒരു പ്രയാസമൊക്കെ വരുന്നു അല്ലേ. പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മളെ ആ പാട്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ തന്നെ ഈ സ്റ്റാറ്റസ് വീഡിയോയിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വേറൊരു എഫക്റ്റ് കൂടിയുണ്ട്. അതായത് ഈ പൊതുവെ നമുക്കറിയാം ചെറുപ്പക്കാരെല്ലാം അനുകരിക്കാനുള്ള ഭ്രമമുള്ളവരാണ് അല്ലേ. എനിക്കിപ്പോൾ അനുകരണ ഭ്രമമൊന്നുമില്ല, ആരെന്ത് ചെയ്താലും ചെയ്തിട്ടും ഞാൻ ആരെ അനുകരിക്കാൻ പോകാറില്ല. കാരണം അതൊരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുകയില്ല. ചെറുപ്പക്കാർക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഭ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ഇതിട്ട് കഴിയുമ്പോൾ അടുത്ത ആൾക്കും ഇടാനുള്ള അത് നമ്മൾക്കൊരു വചന പ്രഘോഷണമായിട്ട് എടുക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ലോകത്തിലെ എല്ലായിടത്തും പോയിട്ട് ഞാൻ പഠിപ്പിച്ച കാര്യം പറയണം. അതിപ്പോൾ നമ്മൾ എല്ലായിടത്തും നിന്ന് പോകണമെന്നില്ലല്ലോ, അല്ലാതെ തന്നെ നമുക്കിടാം. അല്ലെങ്കിൽ പല മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. എല്ലാവരെയും മിനിമം അതെങ്കിലും വായിച്ച് നോക്കുന്നു. അതെ. അപ്പോൾ അത് നമ്മൾ പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട്
ഞാൻ എന്താണ് ഇപ്പം ഞാനൊരു പാട്ടുകാരൻ്റെ കാര്യങ്ങളാണ് ഇടുന്നതെങ്കിൽ ഞാൻ അയാളുടെ ഒരു ഫാനായി മാറും, അല്ലേ? അങ്ങനെയുള്ള ഈ ഫാനുകളുണ്ടാകും. അതെ, എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിൻ്റെ ഒരു ഫാനായി മാറും. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള വചനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി തനിയെ നമ്മൾ രൂപപ്പെടുത്തും. ഞാനൊരു ക്രൈസ്തവ വിശ്വാസി, ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളാണ്, അത് മറ്റുള്ളവരും അറിയുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് സമൂഹത്തിൽ ഓക്കെ അവൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അവൻ അതനുസരിച്ച് ജീവിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് പലതാണല്ലോ. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയാൻ പറ്റും. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടതുപോലെ ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ല, അവർ സ്വീകരിക്കുകയല്ല. ആണോ? ശാസ്ത്രം, ചരിത്രം, മതവിശ്വാസം ഇവയായിട്ട് ബൈബിൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തേത്, ബൈബിള് ശാസ്ത്രഗ്രന്ഥമല്ല, ശാസ്ത്രം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമല്ല അത്. പക്ഷേ അതേ സമയത്ത് ശാസ്ത്രത്തിന് വിരുദ്ധമൊന്നുമല്ല. നിങ്ങൾ പറയാം ഉടനെ തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ ജോഷ്യ മലയിൽ കയറുന്ന കൈവരിച്ച് പിടിച്ച, അല്ലെങ്കിൽ എന്താണ് ജോഷ്യ വടി നീട്ടിപ്പിടിച്ചപ്പോൾ സൂര്യൻ നിന്നു എന്നൊക്കെ പറയും, അല്ലേ? നമ്മളതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നു, അല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? 5 അപ്പം കൊണ്ട് 5000 പേർക്കോ എങ്ങനെ സാധിക്കും? ഇനി 5000 പേര് ഇത്രയും സ്ഥലം എന്തോരം വേണം? ഇത് ഇത്രയും പേർക്ക് വിളമ്പണമെങ്കിൽ എത്ര പേര് വേണം? എത്ര സമയമെടുക്കും, അല്ലേ? അത് 5000 പുരുഷന്മാരാണ്, അതിൻ്റെ ഇരട്ടി സ്ത്രീകൾ കാണും, പിള്ളേരും കാണുമല്ലോ. അപ്പോൾ ചുരുക്കത്തിലൊരു 15000 പേര്. ഇതെന്താണ് പറഞ്ഞു വരുന്നത്? ഈ അത്ഭുതങ്ങളെക്കുറിച്ച് അവിടെ പറയുമ്പോൾ ഈ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ ഇവനാണ്, ഈ യേശു എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിയാണെന്ന് അതിനർത്ഥമുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പറയുമല്ലോ, അയ്യോ ഞാനിങ്ങ് വരുന്ന വഴിക്കണ്ടല്ലോ ഒരു ചേരപ്പാമ്പിനെ കണ്ട് 2 മൈൽ നീളമുണ്ടായിരുന്നു. വല്ല ശാസ്ത്രമുണ്ടോ അതിനകത്ത്? ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ സത്യമായിട്ടാണോ എടുക്കുന്നത്? പിന്നെ എന്തായിട്ട് എടുക്കുന്നത്? വലിയ പാമ്പെന്നേ അർത്ഥമുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തു. അതെങ്ങനെയെങ്കിലും ആവട്ടെ, രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന അത്ഭുതങ്ങളുടെ എല്ലാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ഇവനാണ് രക്ഷകൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു ഗോപുരത്തിൻ്റെ മുകളിൽ ചാടാൻ പറഞ്ഞു. ചാടിയോ? ഇല്ല. എന്തേ ചാടായിരുന്നേ? ചാടി കാലൊടിയോ? അത്ര വേറൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനാണല്ലേ, മനുഷ്യനാണെങ്കിൽ കാലൊടിയും. അപ്പോൾ അത് ശാസ്ത്രീയമായൊരു തത്വമല്ലേ, മുകളിൽ താഴെ ചാടിയ ഗ്രാവിറ്റി, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രമൊക്കെ ഇതിനകത്തുണ്ട്, കർത്താവിന് ശാസ്ത്രം അറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, ഈ ഓരോ കാലത്തെയും ജനതകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഭാഷയിലാണ് ഇത് പറയുക. അതിൻ്റെ മെസ്സേജാണ് എടുക്കേണ്ടത്. നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ള കഥകളിൽ, അല്ലേ, സിംഹം സംസാരിക്കുന്നു, സിംഹി സംസാരിക്കുന്നു പറയല്ലേ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ ശാസ്ത്രത്തിന് അനുകൂലമാണോ വിരുദ്ധമാണോ? ഇല്ല. ശരിക്കും പറഞ്ഞ ശാസ്ത്രമല്ലത്. ഇതാണ് ഈ ബൈബിളിൻ്റെയും കാര്യം. അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ആ സിംഹത്തിൻ്റെ വായിലൂടെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്, അവർക്ക് സ്വീകാര്യമായ രീതിയിൽ. ഇതുപോലെ തന്നെയാണ് ഈ ബൈബിളിലെ കാര്യം പറയും. അതേ സമയത്ത് അതിനകത്ത് ശാസ്ത്രത്തിന് വൈരുദ്ധ്യമൊന്നുമില്ല. നമ്മൾ ഇത് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാലോ, ഈ കത്തോലിക്ക സഭയിലാണെങ്കിൽ പോലും ഓരോ ശാസ്ത്രം വികസിച്ച് വരുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാവരും ഗലീലയുടെ കാര്യം എടുത്തുകൊണ്ട് വരും, അല്ലേ? ഗലീലിയ ഭൂമി സൂര്യൻ വെച്ചിട്ടും കറങ്ങുമെന്ന് പറഞ്ഞു, പിന്നെ കൊന്നെന്നൊക്കെ പറയുക. അപ്പം നമ്മൾ ഓർക്കേണ്ടത് അന്നത്തെ കാലത്തെ ചിന്ത അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണത്. അല്ലാതെ ബൈബിൾ ശാസ്ത്രത്തിന് വിരുദ്ധമായതുകൊണ്ടല്ല. ഇതുപോലെ തന്നെ ഈ ജോഷുവ ഇങ്ങനെ വടി നീട്ടി പിടിച്ചപ്പോൾ സൂര്യൻ നിന്നു എന്ന് പറയുന്നത് എൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ ജയിച്ചു. അതിന് ദൈവം ഒരു മാർഗം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടേ. പിന്നെ നമ്മൾ പലപ്പോഴും പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ജലത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ദൈവം എല്ലാവരുടെയും മൂക്കിലേക്ക് ഇങ്ങനെ ഉച്ഛ്വാസമായി വിട്ടുകൊണ്ടാണെന്ന്. പക്ഷേ ജലത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് തന്നെയാണ് ബൈബിളും പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഉൽപ്പത്തി 1:20. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. അത് ശാസ്ത്രമാണല്ലോ, ആണല്ലോ. അതെ. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശാസ്ത്രത്തിന് വൈരുദ്ധ്യമില്ല. അതേ സമയത്ത് അന്നത്തെ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അന്നത്തെ ചില കഥകളൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൺസെപ്റ്റ്സ്. ഉദാഹരണത്തിന് ഈ ആകാശം ഭൂമിയും തട്ടുതട്ടായിട്ടൊക്കെ പറയുക. പൗലോസ് പറയില്ല, ഞാൻ 3-ാം സ്വർഗം വരെ കയറി,
എന്ന് പറഞ്ഞാൽ അന്നത്തെ സങ്കല്പത്തിൽ അങ്ങനെയാണ്. അല്ലെ പാതാളത്തിലേക്ക് ഇറങ്ങി. യഹൂദൻ്റെ വിശ്വാസത്തിൽ മരിച്ചവരൊക്കെ ഇങ്ങനെ ഒരു പാതാളം നമ്മൾ പറയും, പാതാളം അല്ലത്, അവർ ഷെയോൾ എന്ന് പറയുന്നത്, അതൊരു പ്രത്യേക സ്ഥലമാണ്. അപ്പം നമുക്കുള്ളതുപോലെ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലം മാത്രമല്ല അവർക്കുള്ളത്, അവർക്ക് പല തട്ടുകളുണ്ട്. അപ്പോൾ ഈ ചിന്തയൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരിത് എഴുതുന്നത്. അന്നേരം നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കണം. ഇല്ലേ വേറെന്നുള്ള പറയും 6 ദിവസം കൊണ്ടാണ് 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ വിചാരിക്കുന്ന 6 ദിവസം ഇന്നത്തെ 24 മണിക്കൂറിൻ്റെ 6 ദിവസമാണ്. വല്ല നിർബന്ധമുണ്ടോ? അന്ന് 24 മണിക്കൂർ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ സംബന്ധിച്ച് ദിവസം വളരെ വ്യത്യസ്തമായിരിക്കും. അത് ചിലപ്പോൾ ഒരു 1000 വർഷമായിരിക്കും. അത് ബൈബിളിൽ നമുക്ക് വായിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ചരിത്രം മുഴുവനും അത് അതേപടി നമ്മൾ ഒരു ക്രോണോളജിക്കലായിട്ട് എടുക്കരുത് അതിന്. അതേ സമയത്ത് അത് ചരിത്രം തന്നെയാണ്. ആദ്യത്തെ 12 അധ്യായങ്ങൾ ചരിത്രം എന്ന് പറയുന്നില്ല, നമ്മൾ ചരിത്രാതീത കാലം തന്നെയാണ്. അതായത് ആദ്യകാലത്ത് നടന്ന സംഭവങ്ങൾ, സൃഷ്ടിയൊക്കെ പിന്നീട് അത് എഴുതി വെക്കുന്ന അതാണ്. അപ്പം അതിനെ നമ്മൾ ഇന്നത്തെ തരത്തിലൊരു ചരിത്രമായിട്ട് എടുക്കരുത്. അതേസമയത്ത് ഇപ്പോൾ നമ്മുടെ സോളമൻ്റെ ചരിത്രം, ദാവീദിൻ്റെ ചരിത്രം, ഇതെല്ലാം ചരിത്രമാണ്. അല്ലെ മക്കബാരുടെ പുസ്തകം എല്ലാം ചരിത്രമാണത്. അതുകൊണ്ട് ചരിത്രത്തിന് വിരുദ്ധമൊന്നുമല്ല. മതവിശ്വാസം, മതവിശ്വാസം, ശാസ്ത്രം, ചരിത്രം, മതവിശ്വാസം. ശാസ്ത്രം, ചരിത്രം, മതവിശ്വാസം. ശാസ്ത്രവും വിശ്വാസം ഒന്നിച്ചു പോകുന്നതാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം ഈ മതവിശ്വാസം ചരിത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിന് വിരുദ്ധമാണോ എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒക്കെ നിരീക്ഷണമാവേണ്ടതല്ല. അവരൊക്കെ വലിയ ദൈവവിശ്വാസികളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അവരെല്ലാം വലിയ വിശ്വാസികളായിരുന്നു. അത്രയും അറിവുള്ള മനുഷ്യർ വിശ്വാസികളായെങ്കിൽ നമ്മൾ അത്ര അതിൻ്റെ 4-1 പോലും ഇല്ലാത്ത ഒരാൾ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പം അതിലർത്ഥമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പലതും വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എല്ലാവർക്കും എല്ലാം വിശദീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മതവിശ്വാസി ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പം ദൈവം എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് ദൈവം അല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ദൈവം ഒരാളല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ത്രിത്വം എന്ന് പറയുന്നത്? നമ്മൾ പറയും ദൈവം സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തിന് 3, 3000, 300 ഒക്കെ ആകാൻ പറ്റില്ല. അല്ലെ പിന്നെ ദൈവം അല്ലല്ലോ. അല്ലെ ദൈവമല്ല. ദൈവത്തിന് ഏതുമാകാം. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു. അത് ദൈവത്തിന് സാധ്യമല്ല എന്ന് പറയും. അതിൽ ദൈവം നമ്മുടെ ചിന്തയ്ക്ക് ഒക്കെ വളരെ അതീതനാണ്. അല്ലേ അത് ദൈവമല്ല. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. അതെ. അപ്പം അതുകൊണ്ട് ഈ മതവിശ്വാസം പറയുമ്പോൾ അത് ശാസ്ത്രത്തിന് വിരുദ്ധമല്ല. കാരണം അത് അങ്ങനെ ആയിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയുന്നത് കേട്ടില്ല. ഒരു കൂട്ടുള്ള ചർച്ചകളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബൈബിൾ കുറച്ചുകൂടി ഒരു സ്ത്രീപക്ഷമല്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിള്ളേരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ. അതിനെ എങ്ങനെ ചോദിക്കുന്ന ആൺപിള്ളേരാണ് അവരോട് ചോദിക്കുക, നീ വീട്ടിൽ ചെന്ന് ഭാര്യ ഇങ്ങനെ ഇരിക്കുന്നു, നീ കഞ്ഞിയൊക്കെ വെക്കുന്നു, പിള്ളേരെ നോക്കുന്നു, എല്ലാം പിള്ളേരെ പാട്ട് കിടക്കി ഓർക്കുന്നു, നിനക്കതെങ്ങനെ തോന്നുന്നു? നീ ചെയ്യുമോ? ഇല്ല. നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അത് കാരണം സ്ത്രീയും പുരുഷനും ശാരീരികമായിട്ടും മാനസികമായിട്ടും 2 തലത്തിലാണ്. കാരണം എന്താണ്? നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചതിൻ്റെ ഈ സമൂഹം നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ സമൂഹം നിലനിൽക്കണമെങ്കിൽ കുട്ടിയെ ആരെങ്കിലും പ്രസവിക്കണം. അത് അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അമ്മ ആ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെടുന്നു, പുരുഷൻ വേറൊന്നാണ് സ്വാഭാവികമായിട്ടും. ഇനി ഈ നമുക്കറിയാമല്ലോ, ഓരോ സമൂഹത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ഈ പറയുന്നത് പുരുഷൻ്റെ ശാരീരികം ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിൽ കൂടുതൽ ബലമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാൻ നിവൃത്തിയില്ല, അല്ലേ? നമ്മളിപ്പോൾ ഈ കോഴിയുടെ ആണെങ്കിലും പശു മൃഗങ്ങളുടെ ആണെങ്കിലും ഒക്കെ അതുണ്ട്. അതൊരു ഫിസിക്കലായിട്ടുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ഫിസിക്കൽ മാത്രമല്ല, ഈ പറയുന്ന മാനസികമുണ്ട്, അല്ലേ? 2 സൈക്കോളജിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യകാലത്ത് കൂടുതലും എഴുതുന്നവരെല്ലാം അല്ല ഇതെല്ലാം പറയുന്നവരും എല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ അവരുടേതായ ഒരു മേധാവിത്വം കൊണ്ടുവന്നുള്ളതാണ്. നമുക്കറിയാം പല മേഖലയിലും അങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ത്രീ എഴുതുന്ന ഒരു കഥയാണെങ്കിൽ അത് കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും. പുരുഷനാണെങ്കിൽ പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ വിരുദ്ധത എന്ന് നമ്മൾ പറയേണ്ട കാരണം ഓരോ കാലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച്. അതേസമയത്ത് ഇന്നത്തെ കാലത്തെ ഒരാശയം നമ്മൾ അങ്ങോട്ട് സന്നിവേശിപ്പിച്ചാൽ അത് സ്ത്രീ വിരുദ്ധത. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സാംസ്കാരികമാണ് കൂടുതൽ. സ്ത്രീ വിരുദ്ധത എന്നീ കൂടുതൽ സാംസ്കാരികതയാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അതിനെ കാണുമ്പോഴാണ് അങ്ങനെ നമുക്കതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ യഹൂദ സമൂഹത്തിൽ സ്ത്രീക്ക് ഒരു പ്രാധാന്യമില്ലായിരുന്നു. ഇപ്പോൾ
സ്വർഗത്തിൽ സ്ത്രീകൾ പോകുകയില്ല എന്ന് പറയുന്ന മതങ്ങൾ വരെയില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് സ്ത്രീവിരുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആശയം വെച്ച് നോക്കിയാൽ ഉണ്ടാകും. പക്ഷെ അവരാ എഴുതിയ കാലത്തെ ആശയം വെച്ച് നോക്കിയാൽ അതില്ല. സ്ത്രീ വിരുദ്ധതയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തലമുടി നീട്ടുന്നതിനെ കുറിച്ച് പറയും ഇല്ലേ? സ്ത്രീക്ക് തല മൂടുന്നത് ഭംഗിയായിട്ടാണ് കരുതുന്നത്, അല്ലെങ്കിൽ അത് മാന്യതയുടെ അടയാളമായിട്ടാണ് കാണുക. അപ്പൊ ഈ മാന്യത എന്ന് പറയുന്നതിന് ബൈബിളായിട്ട് ബന്ധമൊന്നുമില്ല. മാന്യത ഒരു സംസ്കാരത്തിന്റെ കാര്യം. സ്വാഭാവികമായിട്ട് ആ രീതിയിൽ. അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ അമ്മമാർ പറയല്ലേ, എടി മുള്ള ഇല വീണാലും മുള്ള വീണാലും ഇലയ്ക്ക് തന്നെയാണ്. അവൻ മുള്ളിന് കുഴപ്പമൊന്നുമില്ല. ചെറുക്കനോട് പറയും നീ ഒരാണല്ലേ, എങ്ങനെ വേണ്ടത് ജീവിക്കാം. ഇത് സാംസ്കാരികമായിട്ട് ചില നെറേറ്റീവ്സ് നമ്മൾ ഉണ്ടാക്കി നമ്മളെ തന്നെ അങ്ങനെ ആക്കി തീർക്കുന്നു. അപ്പൊ പിന്നെ പുരുഷൻ എനിക്കെല്ലാം ആകും. വീട്ടിൽ ചെല്ലുമ്പോൾ ആരാണ് കഞ്ഞിയെടുത്ത് തരേണ്ടത്? ഭാര്യ തരണം, നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ അത് സാംസ്കാരികമായിട്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, എപ്പോഴും ഉണ്ടാകും. ബൈബിൾ എഴുതിയ കാലത്ത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സഭാപിതാക്കന്മാരെന്നല്ലേ പറയുന്നത്. സഭാ മാതാവ് ഇല്ല. അതിന്റെ ആ ഒരു വിരുദ്ധത എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു എലമെന്റ് സംസ്കാരത്തിലുണ്ട്. പിതാവേ, വചനത്തിലൂടെ വിമോചനത്തിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് KCOE മാനന്തവാടി രൂപതയുടെ ഒരു ബൈബിൾ കഫേ എന്ന് വെച്ചാൽ ബൈബിളിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിതാവിലൂടെ തന്നെ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. അപ്പം ഇത്രയും ഒരു സമയം ബൈബിളിനെ കുറിച്ച് പറയുകയും അതുതന്നെ ബൈബിളിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വിശദമാക്കി തരികയും ചെയ്ത ജോസ് പിതാവിനെ KCOE മാനന്തവാടി രൂപതയുടെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്.